പത്തനംതിട്ട മലയാലപ്പുഴയിലെ കുടുംബശ്രീ ഹോട്ടൽ സംരംഭകർക്ക് ഇന്ന് ഏറെ ദുഃഖമുളവാക്കുന്ന ഒരു ദിനമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കുടുംബശ്രീ ഹോട്ടലിനുള്ളിലാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. കാരണം ഇന്നത്തോടുകൂടി ഹോട്ടലിൻ്റെ പ്രവർത്തനം നിർത്തി. ഇപ്പോൾ ഈ സംരംഭകർ ഈ ഹോട്ടലിൽ നിന്നും അവരുടെ കരാർ അവസാനിപ്പിച്ച് പുറത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ കുടുംബശ്രീ ഹോട്ടൽ സംരംഭകർക്ക് ഈ സംരംഭം നിർത്തി ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നത്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വലിയ വിഷമത്തിലാണെന്നറിയാം. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഞങ്ങൾ 10 വർഷമായിട്ട് കുടുംബശ്രീയുടെ ഒരു പ്രസ്ഥാനം ഞങ്ങൾ 10 പേര് കൂടി നടത്തിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ എല്ലാ വർഷവും അത് പുതുക്കി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ വർഷവും അങ്ങനെ നമുക്കിത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ചോദിച്ചാലെന്നല്ല, നമ്മളോട് വന്ന് ഒരു 5 ദേശാഭിമാനി പത്രം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, നമുക്കിപ്പോഴത്തെ ഈ സാമ്പത്തികം വെച്ച് 5 പത്രം എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു പത്രം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വന്ന ആൾ പറഞ്ഞു, എന്നാൽ കൊട്ടേഷന് പോകട്ടെന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞാലും നമ്മളിതിന് ശ്രമിച്ചു, ഞങ്ങളും കൊട്ടേഷൻ വെച്ചു. പക്ഷേ പിറ്റേ ദിവസത്തെ പത്രത്തിൽ നോക്കിയപ്പം ഇതിന് പരസ്യം കൊടുത്തിട്ടുണ്ട്. അവർ റാന്നിയിൽ നിന്നൊരു കൂട്ടർ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർ പരസ്യം കൊടുത്തെന്ന് പോലും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു, തിരക്കി. അങ്ങനെ വന്നപ്പം എറണാകുളത്തുകാരൊരു കൂട്ടർ കൊണ്ടുവന്ന് 5.5 ലക്ഷം രൂപയ്ക്ക് ഇത് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് മലയാളപ്പുഴക്കാരെ ഒരു കൂട്ടരെയും ഉണ്ട്, ഇവർ നിർബന്ധിച്ച് അവരെ കൊണ്ട് കൊട്ടേഷൻ വെപ്പിച്ചു. അപ്പം നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ വെച്ച പൈസയ്ക്ക് നമുക്ക് കിട്ടിയില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏക ഉപജീവന മാർഗമായിരുന്നല്ലോ ഇത്. വായ്പകളൊക്കെ ഉണ്ടോ? ഇനി തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം, നമ്മൾ ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് കുറച്ച് കടങ്ങളെ പേഴ്സണലി എടുത്തിട്ടുണ്ട്, സംരംഭത്തിൻ്റെ പേരിലുമുണ്ട്. ഞങ്ങൾ മുടക്കിയ 10 ലക്ഷം രൂപയുടെ നഷ്ടം നമുക്കിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ നിസ്സാര വിലയ്ക്കാണ് ആൾക്കാർക്ക് കൊടുത്തത്. കൈ മാറേണ്ടിയിട്ട് നമ്മളെ ഓരോരുത്തരെ വിളിച്ച് 2 ടൺ ഒരു AC 80,000 രൂപയ്ക്കാണ് ഇന്നലെ വിറ്റത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നഷ്ടത്തിൻ്റെ ഇതെല്ലാം പൊളിച്ച് ഞങ്ങൾ ഇത് മാറ്റി ബാക്കി സാധനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതുവരെയുള്ള കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ പൈസയും വാടക അടച്ചിട്ട് ചാവി കൊണ്ട് കൈമാറാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒരു മാസമായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകാതെ എങ്ങനെ നിങ്ങൾ പൈസ അടയ്ക്കും? DTPCയുടെ ഉടമസ്ഥതയിലാണ് ഈ കെട്ടിടമുള്ളത്. വിശാലമായ മുറികളാണുള്ളത്. ഇവിടെ നല്ല രീതിയിലാണ് കുടുംബശ്രീയുടെ ഹോട്ടൽ ഈ സംരംഭകർ നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് ആ മുറികളുടെയൊക്കെ വിസ്തൃതിയൊക്കെ നമുക്ക് കാണാം. നല്ല കച്ചവടം ആയിരുന്നു ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അവർക്ക് പെട്ടെന്ന് കരാർ ഇല്ലാതായി ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമ്പോൾ അവർ ഇത്രയും നാൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത ഇതിൻ്റെ സൽപ്പേര്, ഒപ്പം തന്നെ ബിസിനസ്, എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയത്? അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? മുന്നോട്ടുള്ള ജീവിതം ഓർത്താണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഭയവും വിഷമവും ഉള്ളത്. ഇനി ഇതുപോലൊരു സാഹചര്യം, ഒരു സ്ഥാപനം നമുക്ക് വീണ്ടും സംരംഭം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. എങ്കിലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കടബാധ്യതകൾ മുങ്ങി നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് വരുമാന മാർഗം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അതൊരു വലിയ പ്രതിസന്ധിയാണ് ഞങ്ങളുടെ മുമ്പിൽ. ഇത്ര പെട്ടെന്ന് നമ്മൾ വേറൊരു അടിസ്ഥാനം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നത് വലിയൊരു വിഷമം തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി അതുവരെ ഒരു സാവകാശം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയിരുന്നു. പക്ഷേ ഒരാൾ പോലും, ഈ ഒരാൾ പോലും നമുക്കൊരു സഹായമായിട്ട് അല്ലെ ഒരു സാന്ത്വനമായിട്ടോ ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ള ഒരിതായിരുന്നു അവർക്കെല്ലാം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നല്ല വരുമാനം ഉണ്ടായിരുന്നു, നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഒരു 6-7 വർഷം വരെ ഭയങ്കര ഞെരുക്കത്തിലാണ് ഞങ്ങളിത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ അതെല്ലാം തരണം ചെയ്തു. എത്ര പ്രതിസന്ധികൾ വന്നാലും ഞങ്ങൾക്ക് ആ തുടക്കത്തിലൊക്കെ ഒരു 2000 അല്ലെ ഒരു 1500 രൂപയോ ഒരു 3000 രൂപയോ കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴും നമ്മളെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു കടബാധ്യത ഉണ്ടാക്കിയിടുക എന്നുള്ളൊരു വലിയ വിഷമമായതുകൊണ്ട് ഈ നാളെ ഇവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ആ പ്രതിസന്ധി ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ വലിയ കടബാധ്യത ഈ സ്ഥാപനത്തിൻ്റെ പേരിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഓരോ വ്യക്തികളും സ്വന്തം പേര് ബാധ്യത ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് പറ്റിയ പരാജയമെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ബാധ്യത ഉണ്ടാക്കിയിട്ടിട്ട് സ്ഥാപനത്തെ ഞങ്ങൾ നീറ്റാക്കി കൊണ്ടുപോയി. ഈ സ്ഥാപനം തന്ന തൊട്ട് ഞങ്ങളുടെ ഭവനങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നത്, അതുപോലായിരുന്നു ഞങ്ങൾ ഈ 10 വർഷക്കാലവും ഈ ഒരു സ്ഥാപനം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ നൊമ്പരവും വിഷമങ്ങളുമാണ് ഇതിനകത്തു നിന്ന് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല.
അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം കൊണ്ടു നടന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു 10 പൈസയ്ക്ക് എവിടെയെങ്കിലും ഒരു മാർഗം വന്നാൽ, അധികത്തിൽ വന്നു പോയാൽ ഞങ്ങൾ ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു പാച്ച് വർക്ക് ഉണ്ടെന്ന് വരില്ല, അത് ചെയ്ത് പ്ലംബിങ്ങുകാരെ വിളിക്കും. എന്തെങ്കിലും ഒരു വിഷയം, ഒരു താമസക്കാർ വന്നാൽ പ്ലംബിങ്ങുകാരെ വിളിക്കേണ്ടി വരും, പിന്നെ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ടി വരും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഈ സ്ഥാപനത്തിനകത്തുണ്ട്. ഒരു റൂം വാടകയ്ക്ക് കൊടുത്താൽ അത് ചോർച്ചയുണ്ട്. ഇത് തുടക്കം മുതൽ DTPCക്കാർ വന്ന് കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഈ വാടക വാങ്ങിച്ചുകൊണ്ടിരിക്കുമല്ലാതെ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു സഹായങ്ങളും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ വെള്ളം, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ് ഈ മലയാലപ്പുഴയെ സംബന്ധിച്ച്. ഇവിടെ വെള്ളം ഞങ്ങൾ വാങ്ങിച്ചാണ് ഈ സ്ഥാപനത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ടാങ്ക് വെള്ളത്തിന് 650 രൂപയാണ്. അത് ഒരു ദിവസം താമസക്കാരുണ്ടെന്ന് വരിയിൽ 3-4 ട്രിപ്പ് നമ്മൾ വെള്ളം അടിക്കേണ്ട സാഹചര്യം വരും. അപ്പോഴും നമ്മുടെ വരുമാനമാണ് ഇവിടെ കുറയുന്നത്. ഇതെല്ലാം ഞങ്ങളുടെ വരുമാനത്തെ കുറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാപനം ഞങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ DTPC സ്വാഭാവികമായിട്ടും 3 വർഷം കൂടുമ്പോൾ അവർ ടെൻഡർ വിളിക്കും. കൂടിയ തുക പറയുന്നവർക്ക് അവർ കൊട്ടേഷൻ കൊടുക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ആരോപണം ദേശാഭിമാനി പത്രം ഇവിടെ വരുത്തണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ദേശാഭിമാനി പത്രം വരുത്തിയിരുന്നോ? പിന്നീട് അതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് മേൽ ഒരു സമ്മർദ്ദം വന്നത്? നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളിവിടെ കയറുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഭീഷണികളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സൗഹൃദമായിരുന്നു ഇതുവരെ ഞങ്ങൾക്ക്. പക്ഷേ ഈ ഒരു ഇലക്ഷന് തൊട്ട് മുമ്പ് നമുക്ക് ആ ഒരു ഭീഷണി നേരിടേണ്ടി വന്നു. അതുവരെ നമുക്ക് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, നല്ല സഹകരണമായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ മീറ്റിംഗ് വെക്കാറുണ്ട്, പിന്നെ ഞങ്ങളോട് സഹകരിക്കാറുണ്ട്. വാടക തരും, ചായ വാങ്ങിക്കും. അതിൻ്റെ എല്ലാം നമ്മളോട് നീറ്റായിട്ട്, വളരെ നീറ്റായിട്ട് ഇവിടെ മീറ്റിങ്ങുകളും വെക്കും. എല്ലാ പാർട്ടിക്കാരും സഹകരിച്ച് പോകുന്നവരായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളും അവരോടായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒരു പല രാഷ്ട്രീയക്കാരായി ഇതിനകത്ത് ഉണ്ടായിരുന്നെന്ന് വരില്ല. ഒരു രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഓരോരുത്തരും പോയി പ്രവർത്തിക്കാറില്ലായിരുന്നു. നമ്മൾ വോട്ട് കൊടുക്കും, അത് നമ്മുടെ വ്യക്തിപരമായ കാര്യം. അല്ലാതെ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ സംസാരമോ ഒന്നുമില്ല. പക്ഷേ ഈ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വിഷയം, രാഷ്ട്രീയപരമായിട്ടൊരു വിഷയം നമുക്ക് മുന്നേറേണ്ടി വന്നത്. അതും ദേശാഭിമാനി പത്രത്തിൻ്റെ വിഷയം ആണ് നമ്മളോട് സംസാരിച്ചത്. അത് നമ്മൾ സ്ഥാപനത്തിൻ്റെ പേരിൽ പത്രം എടുക്കുന്നുണ്ട്, അത് പോരേന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, നിങ്ങൾ 5-6 പേരും എടുത്തേ പറ്റൂ എന്നൊരു കർശനമായ ഒരു ഇത് വന്നതുകൊണ്ട് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം എന്നാൽ നിങ്ങളെ കൊട്ടേഷന് തന്നെ വിട്ടേക്കാം എന്നും പറഞ്ഞവർ പിന്നെ പത്രപരസ്യം കൊടുക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് DTPC ഇത് ഓരോ ശതമാനം കൂട്ടി കുടുംബശ്രീ മിഷനാണ് ഇത് ഞങ്ങൾക്ക് ഇത് നീട്ടി തരിച്ചു കൊണ്ടിരുന്നത്. വനിതാ സംരംഭകർ ഏതായാലും വലിയ ദുഃഖത്തിൽ തന്നെയാണ്. അവർ ഇന്ന് ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. അവരെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നത്. കാരണം ഈ ഒരു സംരംഭത്തിൽ നിന്നുള്ള വരുമാനങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും, അവരുടെ ഭാവിയിലേക്കുള്ള പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. അതേസമയം തന്നെ DTPC അധികൃതർ പറയുന്നത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. 3 വർഷം കൂടുമ്പോൾ പുതിയ കരാർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കും. അതിൽ ഏറ്റവും കൂടിയ തുക തരാം എന്നേറ്റ ആളിന് സ്വാഭാവികമായിട്ടും കരാർ കൊടുക്കേണ്ടി വരും. അത് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഈ കുടുംബശ്രീ ഹോട്ടൽ നടത്തിപ്പ് പുതിയ കൊട്ടേഷൻ പ്രകാരം മറ്റൊരാളിലേക്ക് പോകുന്നത് എന്നാണ് DTPC അധികൃതരും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.